ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പല്ലടയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഡോക്ടർ ആവശ്യമുള്ള എക്സ്റേസ് എല്ലാം തന്നെ എടുക്കുന്നതാണ്. എല്ലാവർക്കും ഇതുപോലെ ഇഞ്ചക്ഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരുപാട് ഡീപ്പാണ് നിങ്ങളുടെ കേടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ പല്ലിലുള്ള കേടുകളെല്ലാം തന്നെ പൂർണ്ണമായി നീക്കം ചെയ്യുന്നതാണ്. പല്ലിൻ്റെ ഇടഭാഗത്താണ് കേടെങ്കിൽ ഇതുപോലുള്ള വസ്തുക്കളെല്ലാം പല്ലിൻ്റെ ഇടയിൽ വെക്കുന്നതാണ്. ഇതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പല്ലുമായി ഈ അടയ്ക്കുന്ന മെറ്റീരിയൽ ഒട്ടാതിരിക്കാനായിട്ടാണ് കേട്ടോ. ഇവിടെ നമ്മൾ കോമ്പോസിറ്റ് ഉപയോഗിച്ചിട്ടാണ് പല്ലുകൾ അടയ്ക്കുന്നത്. അപ്പോൾ പല്ലിനെ ആദ്യം എച്ച് ചെയ്യുന്നതാണ്. എച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ മുകൾ ഭാഗം റഫാക്കാൻ വേണ്ടി എച്ച് എന്നുള്ള ഈ ബ്ലൂ കളറിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ്. ഇത് കുറച്ചു നേരം വെച്ച ശേഷം വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയുന്നതാണ്. ഇതിനുശേഷം പല്ലും ആ മെറ്റീരിയലും ഒട്ടിപ്പിടിക്കാൻ വേണ്ടി സഹായിക്കുന്ന ബോണ്ടിങ് ഏജൻറ്റ് അപ്ലൈ ചെയ്യുന്നതാണ്. ഇത് അപ്ലൈ ചെയ്ത ശേഷം ലൈറ്റ് ഉപയോഗിച്ച് ഇതിനെ ഹാർഡൻ ചെയ്യുന്നതാണ്. ലൈറ്റാണ് ഇതിനെ കട്ടിയാകാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം കുറച്ച് ലെയറായിട്ടാണ് നമ്മൾ കോമ്പോസിറ്റ് വെച്ച് ലൈറ്റ് അടിച്ച് ക്യൂർ ചെയ്യുന്നത്. ഓരോ ചെറിയ പോർഷൻ കോമ്പോസിറ്റ് വെച്ച ശേഷവും നമ്മൾ ഓരോ ഇൻസ്ട്രുമെൻറ്റ് വെച്ച് ഇതിനെ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ ലൈറ്റ് ഉപയോഗിച്ച് ഇത് ഹാർഡൻ ചെയ്യുന്നു. ഇങ്ങനെ മുഴുവനായി അടച്ച ശേഷം പല്ലിന് എന്തെങ്കിലും ഷാർപ്പായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ ട്രിം ചെയ്ത് കളയുന്നതാണ്. അതുമാത്രമല്ല, ഏതെങ്കിലും പോയിന്റ് കട്ടി കൂടുതലുണ്ടോ എന്നറിയാൻ ഇതുപോലെ ബൈറ്റ് പേപ്പേഴ്സ് ഉപയോഗിച്ച് കടിച്ച ശേഷം ആ ഭാഗം മാത്രം ചെറുതാക്കി കടി ശരിയാക്കുന്നതാണ്. ശേഷം നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് സ്മൂത്ത് ആക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.